show that the relation R in the set A of points in a plane given by relation R എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന set of all ordered pair PQ such that distance of the point P from the origin is same as distance of the point Q from the origin is an equivalence relation എന്ന് പ്രൂവ് ചെയ്യണം. Further, show that the set of all points related to a point P, ആ പി എന്ന് പറയുന്ന പോയിന്റിന്റെ ഒരു കോർഡിനേറ്റ് ഒരിക്കലും എന്തല്ല 0 എന്ന് പറയുന്ന കോർഡിനേറ്റ് ആയിരിക്കില്ല. അന്ന് പറയുന്നത് ഈസ് ദ സർക്കിൾ പാസിംഗ് ത്രൂ പി വിത്ത് ഒറിജിൻ ആസ് സെന്റർ എന്ന് പ്രൂവ് ചെയ്യണം. മക്കളെ, ഈ ചോദ്യം പ്രഥമ ദൃഷ്ടിയാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് പോലെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ കുറച്ച് ട്വിസ്റ്റ് നിറഞ്ഞായിട്ട് തോന്നും. പക്ഷെ ഇവിടെ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ പറ്റി ചിത്രീകരിച്ച് മനസ്സിൽ ചിന്തിക്കാൻ കഴിവുള്ള ഏതൊരാൾക്കും വ്യക്തമായിട്ട് ഇതിന്റെ ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ഞാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബേസിക് കാരണം മെൻഷൻ ചെയ്യുന്നു. എ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ. അതായത് ഒരു പ്ലെയിനിലുള്ള, പ്ലെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് ആക്സിസും വൈ ആക്സിസും ഉള്ള ഒരു പ്ലെയിനിലുള്ള പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്. ഈ പ്ലെയിനിലുള്ള പോയിന്റുകളുടെ കളക്ഷനാണ് എ. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിൽ ഒരു പ്ലെയിനിൽ. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് ആർ എന്ന് പറയുന്ന റിലേഷൻ്റെ അകത്ത് 2 പോയിന്റ് പി ക്യു ഉണ്ടാവണമെങ്കിൽ, ഓർഡേർഡ് പെയർ പി ക്യു ബിലോങ്സ് ടു ആർ ആകണമെങ്കിൽ എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് പി ഫ്രം ഒറിജിൻ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് ക്യൂ ഫ്രം ഒറിജിൻ ആയിരിക്കണം. ഓക്കെ ആണല്ലോ? ഒറിജിനെ ഞാൻ ഒ എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ റിലേഷനെ എനിക്കിതാ ഇങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ലേ? പി ക്യു ഒറിജിനെ ഓർഡേർഡ് ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ പി ക്യു സച്ച് ദാറ്റ് ഒ പി ഈക്വൽ ടു ഒ ക്യു ആണെങ്കിൽ മാത്രമേ ഓർഡേർഡ് പെയർ പി ക്യു എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിലെ അംഗമാകുള്ളൂ. വേർ ഒ ഈസ് ദ ഒറിജിൻ. ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ റിലേഷനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്താ ഇവിടെ ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇപ്പം ഇവിടെ ഓ, ഈ പോയിന്റിനെ പി എന്ന് ഞാൻ വിളിക്കുന്നു. ഇനി ഇതാ ഈ പോയിന്റിനെ ഞാൻ ക്യൂ എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ? അതായത് ഈ പി ഓർഡേർഡ് പെയർ പി ക്യൂ ബിലോങ്സ് ടു ആർ ആകണമെങ്കിൽ ദാ ഈ ഡിസ്റ്റൻസ് ആയ ഒ പി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആയ ഒ ക്യൂവിനോട് ഈക്വൽ ആയെങ്കിൽ മാത്രമേ ഓർഡേർഡ് പെയർ പി ക്യു എന്ന് പറയുന്ന നമ്മുടെ റിലേഷൻ ഉണ്ടാവുള്ളൂ. മക്കളെ, ഈ റിലേഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈ റിലേഷനിൽ ഒരു ഓർഡേർഡ് പെയർ അംഗമാകണമെങ്കിൽ എന്ത് യോഗ്യതയാണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാർട്ടീഷ്യൻ പ്ലെയിനുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ചിന്തിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ശോധാറ്റത പറഞ്ഞിരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് റിഫ്ലെക്സീവ്, സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണ്. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഞാൻ എടുക്കുന്നു ലെറ്റ് പി ബിലോങ്സ് ടു എ. അതായത് എ എന്ന് പറയുന്ന സെറ്റിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓർഡേർഡ് പെയർ പി പി നമ്മൾ എടുത്തു. അതായത് റിഫ്ലെക്സീവ് ആണെങ്കിൽ എന്താണ്? ഓർഡേർഡ് പെയർ പി പി ബിലോങ്സ് ടു ആർ ആവണം. ഇനി പി പി ബിലോങ്സ് ടു ആർ ആകണമെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് പി ഫ്രം ഒറിജിൻ എന്ന് പറയുന്ന ഒ പി അല്ലേ? അത് ഈക്വൽ ടു ഒ പി ആയിരിക്കണം. ശരിയല്ലേടാ? ഞാനിപ്പം ദാ ഒരു കോർഡിനേറ്റ് പ്ലെയിൻ എടുത്തു. ഇവിടെ ഞാനൊരു പോയിന്റ്, ഇവിടെ ഞാൻ ഒറിജിൻ മാർക്ക് ചെയ്തു. ഇതാണ് എൻ്റെ പോയിന്റ് പി. ഇതാ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും അതിനോട് തന്നെ ഈക്വൽ ആയിരിക്കില്ലേ? ഒ പി ഈക്വൽ ടു ഒ പി ആണ്. ദാറ്റ് ഇംപ്ലൈസ് പി കോമ പി ബിലോങ്സ് ടു ആർ ഫോർ ഓൾ പി ബിലോങ്സ് ടു എ എന്ന് എഴുതാനായിട്ട് സാധിക്കും. Therefore ഇത് എന്തായിരിക്കും? കൃത്യമായിട്ട് പറയാം, റിഫ്ലെക്സീവ് ആയിരിക്കുമെന്ന്. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് നോക്കാം മക്കളെ? സിമെട്രിക് ആണോ എന്ന് നോക്കാം. ഞാൻ എടുക്കുന്നു ലെറ്റ് പി കോമ ക്യൂ ബിലോങ്സ് ടു ആർ. അതിന്റെ അർത്ഥം എന്താണ്? ഒ പി ഈക്വൽ ടു ഒ ക്യൂ ആയിരിക്കും. നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഒരു വസ്തുത വെച്ച് വേണം ചിന്തിക്കാൻ. റിലേഷൻ ഓർഡേർഡ് പെയർ ഒ പി ക്യൂ റിലേഷൻ ഉണ്ടെങ്കിൽ ഒ പി ഈക്വൽ ടു ഒ ക്യൂ ആയിരിക്കും. ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു പി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ക്യൂ ആയിരിക്കും. ഇനി ഒ പി ഈക്വൽ ടു ഒ ക്യൂ എന്ന് പറയുന്നതും ഒ ക്യൂ ഈക്വൽ ടു ഒ പി എന്ന് പറയുന്നതും സെയിം തന്നെയല്ലേടാ? ഒ ക്യൂ ഈസ് ഈക്വൽ ടു ഒ പി ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം ക്യൂ പി ഓൾസോ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ പി കോമ ക്യൂ ബിലോങ്സ് ടു എ. ഇതിങ്ങനെ തന്നെയായിരിക്കും. Therefore ഇത് എന്താണ്? ഈ റിലേഷൻ വ്യക്തമായിട്ടും സിമെട്രിക് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത് എന്താണ്? ട്രാൻസിറ്റീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതാ നോക്കിക്കോ മക്കളെ. ലെറ്റ് പി ക്യൂ ആൻഡ്
ക്യു എസ് ബിലോങ്സ് ടു നമ്മുടെ റിലേഷൻ എന്ന് എടുക്കാം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഒ പി ഈക്വൽ ടു ഒ ക്യു ആയിരിക്കും ആൻഡ് ഒ ക്യു ഈക്വൽ ടു ഒ എസ് ആയിരിക്കും. ഞാൻ നിങ്ങളൊന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ എൻ്റെ കയ്യിൽ 3 പോയിന്റ് ഉണ്ട്. 1 പിന്നെ 2 3 3 പോയിന്റ് ഉണ്ട്. പി ക്യു എസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഒറിജിൻ. ഇവിടെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒ പി ഈക്വൽ ടു ഒ ക്യു ആണ്, അതുപോലെ ഒ ക്യു ഈക്വൽ ടു ഒ എസ് ആണ്. അതിന്റെ അർത്ഥം എന്താണ് മക്കളെ? ഒ പി ഈക്വൽ ടു ഒ ക്യു, ഒ ക്യു ഈക്വൽ ടു ഒ എസ് ആയാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒ പി ഈസ് ഈക്വൽ ടു ഒ എസ് എന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? ലോജിക്ക് വെച്ച് ചിന്തിച്ചൂടെ? ഇവിടെ എന്താണ്? ദാറ്റ് എംപ്ലൈസ് ഒ പി ഈക്വൽ ടു ഒ എസ് ആയിരിക്കും. ഇത് ഏത് പോയിന്റ് എടുത്താലും ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പറ്റും ഫോർ ഓൾ പി കോമ ക്യൂ കോമ എസ് ബിലോങ്സ് ടു എ, ഇങ്ങനെയായിരിക്കും. ദെയർഫോർ ഇതെന്താ നമുക്ക് പറയാം? ട്രാൻസിറ്റീവ് ആയിരിക്കും എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്ത വസ്തുതയാണ് ഇതിന്റെ അകത്ത് നമ്മൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് റിലേറ്റഡ് ടു എ പോയിന്റ് പി. ഞാൻ എടുക്കുന്നു ലെറ്റ് പി ബി എ പോയിന്റ് ഇൻ സെറ്റ് എ. ആ പി എന്ന് പറയുന്നത് എന്തല്ല? നോട്ട് ഈക്വൽ ടു 0 0, അതായത് ഒറിജിൻ അല്ല. പി നോട്ട് ഈക്വൽ ടു ഒ. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് 0 0 എന്ന് പറയുന്നത്. ആ കോർഡിനേറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പോയിന്റ് നമുക്കുണ്ട്. ഓക്കെ ആണല്ലോ? ദെൻ ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് റിലേറ്റഡ് ടു പോയിന്റ് പി, അതായത് സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് റിലേറ്റഡ് ടു പോയിന്റ് പിനെ പറ്റി നമുക്ക് സംസാരിക്കണം. അതായത് ഓർഡേർഡ് ഈ പിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പോയിന്റുകളും നമ്മൾ എടുക്കുന്നു. ഓക്കെ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഞാൻ ആ പോയിന്റിനെ ക്യൂ എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ പിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പോയിന്റിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലേഷൻ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, ദാറ്റ് മീൻസ് ഒ പി ഈക്വൽ ടു ഒ ക്യു ആയിരിക്കും. ഒ പി ഈക്വൽ ടു ഒ ക്യു. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ഒന്ന് പടം വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എൻ്റെ പോയിന്റ് പി. ഓക്കെ ആണല്ലോ? ഈ പോയിന്റ് ഇവിടെ ഞാൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതാണ് ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്നും. ഈ പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പോയിന്റിന്റെയും കളക്ഷൻ ഞാൻ എടുക്കുന്നു. നോക്കിയേ, അപ്പൊ അടുത്ത പോയിന്റ് ഇത് ക്യൂ ആണെന്നുണ്ടെങ്കിൽ ഈ ഒ പി തന്നെ ആയിരിക്കും ഈ ഒ ക്യു. അടുത്തത് നിങ്ങൾ നോക്കുക, ഇത് ഞാൻ എസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ ഈ ഒ പി തന്നെ ആയിരിക്കണം ഈ ഒ എസും. ഓക്കെ, അതായത് നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇത് ഈക്വൽ ടു എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണ്. അതായത് ഈ സെന്ററിൽ നിന്നും ഈ ഒറിജിനിൽ നിന്നും ഇങ്ങോട്ട് ഈ ഒ പി ഈ ഓരോ പോയിന്റിലേക്ക് പി യു ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കും വരയ്ക്കുന്ന പോയിന്റുകളെല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾ അങ്ങനെയുള്ള പോയിന്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്ക് കിട്ടുന്നത് കൃത്യമായിട്ടും ഒരു സർക്കിൾ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഒ പി ഈക്വൽ ടു ഒ ക്യു കോൺസ്റ്റന്റ് ആണ് എങ്കിൽ then the set of all points related to P will form a circle with the center as origin. അതായത് ഈ റിലേഷനിൽ പി എന്ന് പറയുന്ന പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പോയിന്റുകളുടെയും കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഒരു സർക്കിൾ ആയിരിക്കും കിട്ടുന്നത്. അതായത് പിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റുകൾ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക? വ്യക്തമായിട്ടും ഒരു സർക്കിൾ ആയിരിക്കും കിട്ടുക. ആ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൃത്യമായിട്ടും ഒറിജിൻ ആയിരിക്കും എന്നും വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതിന്റെ പ്രത്യേകത കൊണ്ടാണ്. ഓക്കെ ആണല്ലോ? ഒരു സർക്കിൾ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുന്നത്? ഒരു പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് നിൽക്കുന്ന പോയിന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സർക്കിൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ അത് തിരിച്ചു പറഞ്ഞിരിക്കുന്നു. ഒരു പോയിന്റിൽ നിന്നും ഒറിജിനിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ഇരിക്കുന്ന പോയിന്റ് പി, ആ പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ് മറ്റൊരു പോയിന്റ് എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഓയിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസും ഓയിൽ നിന്നും ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അങ്ങനെയുള്ള പോയിന്റുകളെല്ലാം, അങ്ങനെ പിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റുകളെല്ലാം എടുത്ത് കൂട്ടി വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സർക്കിൾ ആയിരിക്കും. അതിന്റെ സെന്റർ എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒറിജിൻ ആയിരിക്കും. സെറ്റ് ആണോ? അപ്പൊ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് എ ഓഫ് ഓൾ ട്രയാങ്കിൾസ് ആസ് ആർ ഈക്വൽ ടു set of all ordered pair T1 T2 such that T1 is similar to T2 is an equivalence relation. ഇതൊരു equivalence relation ആണ് എന്ന് കാണിക്കണം. Consider three triangles T1 with side 3 4 5, T2 with sides 5 12 13 and T3 with sides 6 8 10. Which triangles among T1 T2 T3 are related? നമുക്ക് ആദ്യം രണ്ട് ഭാഗങ്ങളായിട്ട് ഈ ചോദ്യത്തെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ഇത് equivalence relation ആണ് തെളിയിക്കാം. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ട് ട്രയാങ്കിൾസ്, ഇപ്പൊ രണ്ട്
ട്രയാങ്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക, T1 ആൻഡ് T2. ഇത് സിമിലർ ആണ് എന്ന് എപ്പോൾ പറയാനായിട്ട് സാധിക്കും? 2 ട്രയാങ്കിൾസ് ആർ സിമിലർ. എൻ്റെ കയ്യിൽ 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഈ 2 ട്രയാങ്കിൾസും സിമിലർ ആണ് എന്ന് പറയണമെങ്കിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കറസ്പോണ്ടിങ് സൈഡ്സ് have same ratio and corresponding angles are equal. അതായത് ഈ സൈഡ് എ ആണെങ്കിൽ ഈ സൈഡ് എ, ഈ സൈഡ് ബി എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ സൈഡ് സി, ഈ സൈഡ് ഡി എന്ന് വിചാരിക്കുക. ഈ സൈഡ് ഇ, ഈ സൈഡ് എഫ് എന്ന് വിചാരിക്കുക. എ ബൈ ബി ഈക്വൽ സി ബൈ ഡി ഈക്വൽ ഇ ബൈ എഫ് ആയിരിക്കണം. അതാണ് ഈ കറസ്പോണ്ടിങ് സൈഡ്സ് ഹാവ് സെയിം റേഷ്യോ എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയാൻ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കണം, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കണം, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം 2 ട്രയാങ്കിൾ സിമിലർ ആവുന്നത് എപ്പോഴാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഈ ചോദ്യം തൊടാൻ പോലും കഴിയൂ. ഓക്കെ ആണോടാ? മനസ്സിലായോ? സിമിലർ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കടന്നു വരാം. എൻ്റെ എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. ഈ ലോകത്തിലെ എല്ലാ ട്രയാങ്കിൾസും അടങ്ങുന്നതാണ് എൻ്റെ സെറ്റ് എ എന്ന് പറയുന്നത്. അതായത് റിലേഷൻ ആർ, അതായത് ഓർഡേർഡ് പെയർ T1, T2 ബിലോങ്സ് ടു ആർ ആകണമെങ്കിൽ T1 സിമിലർ ടു T2 ആയിരിക്കണം. വ്യക്തമായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്ന് ചെക്ക് ചെയ്യാം. ഇത് റിഫ്ലക്സീവ് ആണ് എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ എന്തെടുക്കുന്നു? ലെറ്റ് T ബിലോങ്സ് ടു എ എന്ന് പറയുന്നത് എനി ട്രയാങ്കിൾ, ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓർഡേർഡ് പെയർ TT ബിലോങ്സ് ടു ആർ ആണെന്ന് കാണിക്കണം. എടാ, ഏതൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും T ഈസ് സിമിലർ ടു T. ഏതൊരു ട്രയാങ്കിൾ നിങ്ങൾ എടുത്താലും ആ ട്രയാങ്കിൾ എപ്പോഴും അതിനോട് തന്നെ സിമിലർ ആയിരിക്കും. കാരണം അതിന്റെ കറസ്പോണ്ടിങ് സൈഡുകളുടെ റേഷ്യോ സെയിം ആയിരിക്കും, അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും TT എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എപ്പോഴും നമ്മുടെ റിലേഷൻ ഉണ്ടാകും. For all T belongs to set A. Therefore ഇത് റിഫ്ലക്സീവ് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? സിമെട്രിക് ആണെന്ന് ചെക്ക് ചെയ്യാം. ലെറ്റ് ഓർഡേർഡ് പെയർ T1, T2 ബിലോങ്സ് ടു ആർ എന്നെടുത്തു. അതിന്റെ അർത്ഥം എന്താണ്? T1 ഈസ് സിമിലർ ടു T2 എന്നാണ് അർത്ഥം. T1 സിമിലർ ടു T2 എന്ന് പറയുന്നതും T2 ഈസ് സിമിലർ ടു T1 എന്ന് പറയുന്നതും സെയിം അല്ലേ? T2 സിമിലർ ടു T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മക്കളെ? T2, T1 ബിലോങ്സ് ടു ആർ എന്നാണ്. വിച്ച് മീൻസ് T1 T2 ഉണ്ടെങ്കിൽ T2 T1 ഉണ്ട്. ഫോർ ഓൾ T1, T2 ബിലോങ്സ് ടു എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാം? ഇത് സിമെട്രിക് ആണ് എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് എന്താണ് നോക്കേണ്ടത്? ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ എടുക്കുന്നു ലെറ്റ് T1, T2 ആൻഡ് T2, T3 ബിലോങ്സ് ടു ആർ എന്ന് എടുക്കുന്നു. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ്? T1 ഈസ് സിമിലർ ടു T2. അതുപോലെ തന്നെ T2, T3 ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ T2 ഈസ് സിമിലർ ടു T3. അതായത് T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ T2യുമായി സിമിലർ ആണ്, T2 എന്ന് പറയുന്ന ട്രയാങ്കിൾ T3യുമായി സിമിലർ ആണ്. അതിന്റെ അർത്ഥം എന്താണ്? T1ഉം T3യും സിമിലർ എന്നാണല്ലേ. T1 ഈസ് സിമിലർ ടു T3 എന്നും നമുക്ക് അവിടെ നിന്ന് പറയാനായിട്ട് സാധിക്കും. Therefore T1, T3 എന്ന് പറയുന്ന നമ്മുടെ റിലേഷനിൽ ഉണ്ടാകും. ഫോർ ഓൾ, ഇത് റാൻഡം ആയിട്ട് നമ്മൾ എടുത്താണ്, അതുകൊണ്ട് നമുക്ക് ഏതെടുത്താലും ഇത് ഇങ്ങനെയായിരിക്കും എന്ന് പറയാനായിട്ട് സാധിക്കും. ഫോർ ഓൾ T1, T2, T3 ബിലോങ്സ് ടു സെറ്റ് എ. Therefore ഇത് ട്രാൻസിറ്റീവ് ആണ് നമുക്ക് പറയാൻ പറ്റും. Therefore R is an ഇക്വലൻസ് റിലേഷൻ എന്ന് നമുക്ക് വ്യക്തമായിട്ട് സ്ഥാപിക്കാനായിട്ട് സാധിച്ചു. ക്ലിയർ ആണോ? ഇനി എന്താണ് നമുക്ക് കാണിക്കേണ്ടത്? ഈ ചോദ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് ഇതാ നോക്കാം മക്കളെ. കൺസിഡർ 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് T1 വിത്ത് സൈഡ്സ് 3, 4, 5. ഞാൻ 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുന്നു. ഞാൻ അതിവിടെ വരയ്ക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അതിന്റെ സൈഡ് തന്നിട്ടുണ്ട് 3, 4, 5. ഇതിൽ ഏത് സൈഡിനെ 3 എന്നും ഏത് സൈഡിനെ 4 എന്നും ഏത് സൈഡിനെ 5 എന്നും എടുക്കണം എന്നുള്ളതാണ് അടുത്ത കൺഫ്യൂഷൻ. മക്കളെ, നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഹൈപ്പോട്ന്യൂസ് ഇസ് ദ ലാർജസ്റ്റ് സൈഡ്. അപ്പോൾ ആ 3 സൈഡ് തന്നതിൽ ഏറ്റവും നീളം കൂടിയ ഏറ്റവും വലിയ വാല്യൂ നീളം കൂടിയ സൈഡ് ഹൈപ്പോട്ന്യൂസിന് കൊടുക്കുക. ബാക്കി ഇഷ്ടമുള്ളതുപോലെ കിടക്കുക. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഏറ്റവും നീളം കുറഞ്ഞത്
3 എന്ന് പറയുന്ന ബേസിന് കൊടുക്കുന്നു, 4 എന്ന് പറയുന്ന ആൾട്ടിറ്റ്യൂഡിന് കൊടുക്കുന്നു. അപ്പോൾ ആ രീതിക്ക് നമുക്ക് കടന്നു പോവാം. അടുത്തത് T2 എന്ന് പറയുന്ന ട്രയാങ്കിൾ, അത് കുറച്ചുകൂടി വലുതാണ്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കുറച്ചുകൂടി വലുതാണ്. അപ്പോൾ അതിന്റെ ലോങ്ങസ്റ്റ് സൈഡ് നമ്മൾ ഇതിന് കൊടുക്കുന്നു 13, അതിന് ലോങ്ങസ്റ്റ് സൈഡ് എടുക്കുന്നു. 12 അതിന്റെ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടും 5 അതിന്റെ ബേസ് ആയിട്ട് ഞാൻ എടുക്കുന്നു. അടുത്ത ട്രയാങ്കിൾ T3 എടുക്കുമ്പോൾ അത് 6, 8, 10 ആണ്. അപ്പോൾ 10ന് ഞാൻ ഹൈപ്പോട്ടനീസ് എന്ന് വിളിച്ചു, 8ന് ഞാൻ ആൾട്ടിറ്റ്യൂഡ് എന്ന് വിളിച്ചു, 6ന് ഞാൻ ബേസ് എന്ന് വിളിച്ചു. ഈ 3 ട്രയാങ്കിളിൽ ഈ പറഞ്ഞ റിലേഷൻ ആയിട്ട് ബേസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് തമ്മിൽ റിലേറ്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ ഏത് 2 ട്രയാങ്കിൾ ആണ് സിമിലർ ആയിട്ട് വരുന്നത്? സിമിലർ ആവണമെങ്കിൽ എങ്ങനെയായിരിക്കണം മക്കളെ? കറസ്പോണ്ടിങ് സൈഡിന്റെ റേഷ്യോ സെയിം ആയിരിക്കണം, അതുപോലെ കറസ്പോണ്ടിങ് ആംഗിൾസ് സെയിം ആയിരിക്കണം. ഇവിടെ കറസ്പോണ്ടിങ് 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് സെയിം ആയിരിക്കും. നമ്മൾ കറസ്പോണ്ടിങ് സൈഡിന്റെ റേഷ്യോ മാത്രം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് ഈ റിലേഷൻ ഏത് ട്രയാങ്കിൾ ആരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് സ്ഥാപിച്ചാൽ മാത്രം മതി. ഇവിടെ നമുക്ക് നോക്കാം. ഞാൻ ഈ 2 കറസ്പോണ്ടിങ് സൈഡുകൾ എടുക്കുന്നു, 4/12. ഇനി അടുത്ത് T1 ഉം T2 ഞാൻ എടുക്കുന്നു. T1 ആൻഡ് T2 എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് സൈഡുകൾ റേഷ്യോ 4/12. അടുത്ത എന്താണ്? 5/13 ആണ്. ഇതെന്താണ്? ഇവിടെ തന്നെ ഈക്വൽ അല്ല. അപ്പൊ T1 ഈസ് നോട്ട് റിലേറ്റഡ് ടു T2 എന്ന്. ഇത് ഈക്വൽ അല്ലല്ലോ. അപ്പൊ കറസ്പോണ്ടിങ് സൈഡുകളുടെ റേഷ്യോ ഈക്വൽ അല്ല. അപ്പം ഈ കറസ്പോണ്ടിങ് സൈഡുകളുടെ റേഷ്യോട് ഈക്വൽ ആയാലേ T1 സിമിലർ ടു T2 എന്ന് വരുള്ളൂ. എങ്കിൽ മാത്രമേ T1 ഈസ് റിലേറ്റഡ് ടു T2 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ T1 ഈസ് നോട്ട് റിലേറ്റഡ് ടു T2 സിൻസ് കറസ്പോണ്ടിങ് സൈഡുകളുടെ റേഷ്യോ ഈക്വൽ അല്ലാത്തതുകൊണ്ട്. അപ്പൊ അവിടെ ആ കാര്യം നശിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? T1 ഉം T3 യും തമ്മിൽ കണക്ട് ചെയ്ത് നോക്കാം. ഇതേ 4 ഉം ഇതേ 8 ഞാൻ എടുക്കുന്നു, 4/8. ഇനി ഈ 5ഉം ഈ 10 ഞാൻ എടുക്കുന്നു, 5/10. ഇനി ഈ 3ഉം ഈ 6ഉം ഞാൻ എടുക്കുന്നു, 3/6. എടാ നോക്കിക്കേ, 4/8 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2. 5/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2. 3/6 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2. അപ്പൊ നമുക്കിവിടെ പറയാൻ പറ്റി, അതായത് T1 ആൻഡ് T3 എന്ന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ 2 ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്, അതുപോലെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ സെയിം ആണ്. therefore T1 ഈസ് സിമിലർ ടു T3. അതിൻ്റെ അകത്ത് എന്ത് പറയാൻ പറ്റും? T1, T3 ബിലോങ്സ് ടു R. അതായത് T1 ഈസ് റിലേറ്റഡ് ടു T3 എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി T2 ആൻഡ് T3 കൂടെ നോക്കിയേക്കാം. T2 ആൻഡ് 3 റിലേറ്റഡ് ആണോ? 12/8, 13/10. ഇവിടെ തന്നെ അറിയാം ഇതെന്തല്ല? ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ടു. therefore ഇതെന്തല്ല? തമ്മിൽ റിലേറ്റഡ് അല്ല. നമുക്ക് ഇവിടെ പറഞ്ഞ പോലെ തന്നെ T2 ഈസ് നോട്ട് റിലേറ്റഡ് ടു T3. അപ്പം ഇവിടെ റിലേറ്റഡ് ആയിരിക്കുന്ന ആരാണ്? T1 ഈസ് ദ ട്രയാങ്കിൾ വിച്ച് ഈസ് റിലേറ്റഡ് ടു T3. T1, T3 എന്നത് മാത്രമേ തമ്മിൽ റിലേറ്റഡ് ആയിട്ടിരിക്കുന്നുള്ളൂ ബേസ്ഡ് ഓൺ ദ ഗിവൻ റിലേഷൻ. ഓക്കെ ആണല്ലോ? ആ ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കുക. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഡിഫൈൻഡ് in the set A of all polygons as are equal to set of all ordered pair P1, P2 such that P1 and P2 has same number of sides is an equivalence relation. What is the set of all elements in A related to the right angle triangle T with sides 3, 4, 5? അത് രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് മക്കളെ? A എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിരിക്കുന്നു. ആ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോളിഗൺസ്, ഈ ലോകത്തിലെ എല്ലാ പോളിഗൺസും അടങ്ങുന്ന സെറ്റാണ് A. ഇനി അതിൻ്റെ അകത്ത് P1, P2 എന്ന് പറയുന്ന എലിമെന്റ് നമ്മുടെ റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ എന്താണ്? P1 ആൻഡ് P2 ഹാവ് സെയിം നമ്പർ ഓഫ് സൈഡ്സ്. അതായത് P1 ഉം P2നും രണ്ട് പോളിഗൺ ആണ്. ആ പോളിഗൺ രണ്ടും സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആണെങ്കിൽ മാത്രമേ ഈ റിലേഷനിലെ അംഗമാവുകയുള്ളൂ. വ്യക്തമാണ്. നമുക്ക് ആദ്യം എന്ത് ചെക്ക് ചെയ്യാം മക്കളെ? റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ എന്തെടുക്കുന്നു? ലെറ്റ് P ബിലോങ്സ് ടു A എന്ന് എടുക്കുന്നു. ഇനി ഞാൻ ചെക്ക് ചെയ്യുന്നത് ഓർഡേർഡ് പെയർ PP. എടാ P ആൻഡ് P ഹാവ് സെയിം നമ്പർ ഓഫ് സൈഡ്സ്. സെയിം പോളിഗൺ അല്ലേ? രണ്ട് ട്രയാങ്കിൾ, നിങ്ങൾ ഒരേപോലത്തെ 2 ട്രയാങ്കിൾ എടുത്തു, 3 സൈഡല്ലേ ഉള്ളൂ. ഒരേപോലത്തെ 2 സ്ക്വയർ എടുത്തു, 4 സൈഡിൽ 4 സൈഡ് തന്നെയല്ലേ? അപ്പൊ P ആൻഡ് P ഹാവ് സെയിം നമ്പർ ഓഫ് സൈഡ്സ്. ദാറ്റ് ഇംപ്ലൈസ് P, P ബിലോങ്സ് ടു R. ഞാൻ എടുത്ത P ബിലോങ്സ് ടു എന്ന് പറയുന്നത് ജസ്റ്റ് റാൻഡം ആയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ എന്ത് പറയാൻ പറ്റും? ഫോർ P ബിലോങ്സ് ടു A എന്ന് പറയാൻ പറ്റും. therefore ഈ റിലേഷൻ എന്തായി? റിഫ്ലക്സീവ് ആയി. ഇനി നമുക്ക് എന്ത് നോക്കണം? സിമെട്രിക് നോക്കണം. ഞാൻ എടുക്കുന്നു ലെറ്റ് P1, P2 ബിലോങ്സ് ടു R. ദാറ്റ് ഇംപ്ലൈസ് P1 ആൻഡ് P2 ഹാവ് സെയിം നമ്പർ ഓഫ്
sides. P1 നും P2 നും സെയിം നമ്പർ ഓഫ് സൈഡ്സ്. അതിന്റെ അർത്ഥം എന്താണ്? P2 and P1 ഹാസ് സെയിം നമ്പർ ഓഫ് സൈഡ്സ് എന്ന് തന്നെയല്ലേ? ദാറ്റ് ഇംപ്ലൈസ് P2 and P1 ഹാസ് സെയിം നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്ന അർത്ഥം P2, P1 ഈ റിലേഷനിലുണ്ട്. എപ്പോഴൊക്കെ P1 P2 എന്ന ഓടയുടെ പേരുണ്ടോ അപ്പോഴൊക്കെ P2 P1 എന്ന് പറയുന്ന ഓടയുടെ പേരും ഈ റിലേഷനിലെ അംഗമായിരിക്കും. Therefore ഇത് ഏതെടുത്താലും ഇങ്ങനെ തന്നെയായിരിക്കും, റാൻഡം ആയിട്ടാണ്. അപ്പൊ നമുക്ക് for all P1, P2 belongs to എന്ന് പറയാം. Therefore ഇതെന്തായി? സിമെട്രിക് ആയി. ഇനി നമുക്ക് എന്താണ് മക്കളെ ചെക്ക് ചെയ്യേണ്ടത്? ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഞാൻ എടുക്കുന്നു ലെറ്റ് P1, P2 belongs and P2, P3 belongs to R. That means P1 and P2 have same number of sides. ശരിയല്ലേ? Same number of sides. Okay. P1, P2 belongs to R എന്ന് പറഞ്ഞാൽ P1 and P2 have same number of sides. P2, P3 belongs to R എന്ന് പറഞ്ഞാൽ P2 and P3 have same number of sides എന്നാണ്. എടാ P1 and P2 has same number of sides. P2 and P3 has same number of sides എന്ന് പറയുന്ന അർത്ഥം എന്താണ്? സിമ്പിൾ ആണ്. P1 നും P3 ക്കും സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആയിരിക്കും. P1 and P3 have same number of sides എന്ന് പറയാൻ പറ്റും. That implies P1, P3 belongs to R. നമ്മൾ എടുത്ത P1, P2, P3 റാൻഡം ആയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ എന്ത് പറയാൻ പറ്റും? For all P1, P2, P3 belongs to A. ഇത് സാറ്റിസ്ഫൈഡ് ആണ്. Therefore ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. Therefore R is equivalence relation. R is an equivalence relation എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ ചോദ്യത്തിന്റെ ആദ്യ ഭാഗം കൃത്യമായിട്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് what is the set of all elements in A which are related to the right angle triangle T with the sides 3, 4, 5. നമ്മുടെ കയ്യിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് 3, 4, 5 ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സെറ്റ് എയിലെ എലമെന്റ്സ് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമായിട്ട്, അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമായിട്ട് റിലേറ്റ് ചെയ്യണ എന്തായിരിക്കും? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതായത് ഓർഡേർഡ് പെയറിലെ ഒരു എലമെന്റ് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇനി അടുത്ത പോളിഗൺ ഇത് ബിലോങ്സ് ടു ആർ ആകണമെങ്കിൽ ടി ആൻഡ് പി, പോളിഗൺ ഇതിന് P1 എന്ന് വിളിക്കാം. ടി ആൻഡ് P1 ഹാവ് സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആയിരിക്കണം. സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആയിരിക്കണം. അതായത് ഈ ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ടോ ആ സെയിം നമ്പർ ഓഫ് സൈഡ്സ് ഉള്ള ഈ എയിലെ ബാക്കി എലമെന്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് ചിന്തിച്ചേടാ. ട്രയാങ്കിളിന് 3 സൈഡ്. ഇനി ഈ സെറ്റ് എയിൽ 3 സൈഡുള്ള വേറെ പോളിഗൺസ് ഏതാണ്? ട്രയാങ്കിൾസ് തന്നെയാണ്. അതായത് ഈ ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ എ വിച്ച് ആർ റിലേറ്റഡ് to T is nothing but the set of all triangles in A. അതായത് എ എന്ന് പറയുന്ന സെറ്റിലെ സെറ്റ് ഓഫ് ഓൾ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എല്ലാ ട്രയാങ്കിൾസും എടുത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന സെറ്റ് ഏതോ ആ സെറ്റാണ് ഇവിടെ ഈ ടി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? P1 and P2 ആ സെയിം നമ്പർ ഓഫ് സൈഡ്സ്. Therefore the required സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ ആണ് നമുക്കിവിടെ ഈ ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എലമെന്റുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ലെറ്റ് L be the set of all lines in XY plane and R be the relation defined in L. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ ordered by L1, L2 belongs to R ആകുന്ന എപ്പോഴാണ്? L1 is parallel to L2 ആകുമ്പോഴാണ്. അപ്പം ആ പറയുന്ന റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആണ് തെളിയിക്കണം. Show that R is an equivalence relation and find the set of all lines related to the line y equal to 2x plus 4. ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നിങ്ങളോട് പറയുന്നു, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മക്കളെ ഈ ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ പാർട്ട് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആണ് തെളിയിക്കണം. നമ്മൾക്ക് തന്നിരിക്കുന്ന സെറ്റ് ഏതാണ് മക്കളെ? എൽ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ലൈൻസ്
സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിനിലുള്ള എല്ലാ ലൈനുകളുമാണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ റിലേഷന്റെ അകത്ത് L1, L2 എന്ന ഓർഡേർഡ് പെയർ ഉണ്ടാകണമെങ്കിൽ എന്താണ്? L1 പാരലൽ ടു L2 ആയിരിക്കണം. പാരലൽ എന്നുള്ള എൻ്റെ ഷോർട്ട് സിമ്പിൾ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലായി. നമുക്ക് എങ്ങോട്ട് പോകാം? ഡയറക്റ്റ് ആയിട്ട് റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ എന്തെടുക്കുന്നു? ലെറ്റ് L1 ബിലോങ്സ് ടു ദ സെറ്റ് L. അതായത് എൻ്റെ കയ്യിൽ ഒരു ലൈൻ ഉണ്ട്, അതിന് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്? L1. എടാ, ഈ ലൈൻ എപ്പോഴും ഇതുമായിട്ട് തന്നെ പാരലൽ ആയിരിക്കില്ലേ? നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? L1, L1 ബിലോങ്സ് ടു ആരാണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. എവറി ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ് സെൽഫ്. നിങ്ങൾ ഏതൊരു ലൈൻ എടുത്തു കഴിഞ്ഞാലും അത് അതിനോട് തന്നെ എപ്പോഴും പാരലൽ ആയിരിക്കും. അതായത് L1 ഈസ് പാരലൽ ടു L1. എപ്പോഴും അത് അങ്ങനെ തന്നെയായിരിക്കും, ഓൾവേസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദാറ്റ് ഇംപ്ലൈസ് L1, L1 എന്ന് പറയുന്ന പേര് റിലേഷനിൽ ഉണ്ട്. സോ ഫോർ ഓൾ L1 ബിലോങ്സ് ടു L എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് എന്താണ്? ഈ റിലേഷൻ വ്യക്തമായിട്ടും റിഫ്ലക്സീവ് ആയിരിക്കും എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? സിമെട്രിക് ആണെന്ന് ചെക്ക് ചെയ്യണം. ഞാൻ എടുക്കുന്നു ലെറ്റ് L1, L2 ബിലോങ്സ് ടു R. അതിന്റെ അർത്ഥം എന്താണ് മക്കളെ? L1 ഈസ് പാരലൽ ടു L2 എന്നാണ് അതിന്റെ അർത്ഥം. L1 പാരലൽ ടു L2 എന്ന് പറഞ്ഞാൽ ദാ ഇങ്ങനെ, ഇതാണ് നമ്മുടെ L1, ഇതാണ് നമ്മുടെ L2 എന്ന് വിചാരിക്കുക. L1 പാരലൽ ടു L2 എന്ന് പറയുന്നതും L2 പാരലൽ ടു L1 എന്ന് പറയുന്നതും രണ്ടും സെയിം തന്നെയല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? L2 ഈസ് ഓൾസോ പാരലൽ ടു L1. L2 പാരലൽ ടു L1 എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഓർഡേർഡ് പെയർ L2, L1 ബിലോങ്സ് ടു R ആയിരിക്കും. ഇത് റാൻഡം ആയിട്ട് നമ്മൾ എടുത്താണ് രണ്ട് ലൈൻസ്. അപ്പോൾ ഇവിടെ എന്ത് പറയാം? ഫോർ ഓൾ L1, L2 ബിലോങ്സ് ടു L. ഇത് ശരിയാവുമെന്ന് പറയാൻ പറ്റും. therefore ഇത് എന്താണ്? വ്യക്തമായിട്ടും സിമെട്രിക് ആയിരിക്കും എന്ന് പറയാനായിട്ട് സാധിച്ചു. ഇനി എന്ത് ചെയ്യുന്നു? ട്രാൻസിറ്റീവിലേക്ക് കടന്നു വരാം. ട്രാൻസിറ്റീവ് ഞാൻ എടുക്കുന്നു ലെറ്റ് L1, L2 ആൻഡ് L2, L3 ബിലോങ്സ് ടു ദ റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? L1 പാരലൽ ടു L2 ആയിരിക്കും. അതുപോലെ L2, L3 ബിലോങ്സ് ടു R എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? L2 പാരലൽ ടു L3 ആയിരിക്കും. L1 പാരലൽ ടു L2, L2 പാരലൽ ടു L3. അതായത് ഇവിടെ ഇതാണ് സാഹചര്യം. നാ നോക്കിക്കേ, L1ഉം L2ഉം പാരലാണ്, L2ഉം L3യും പാരലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? L1ഉം L3യും പാരലൽ എന്നല്ലേ? ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? L1 ഈസ് പാരലൽ ടു L3 എന്ന് പറയാൻ പറ്റും. അതിന്റെ അർത്ഥം L1, L3 എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും നമ്മുടെ റിലേഷനിൽ ഉണ്ടാകും. ഇവിടെ ഞാൻ എടുത്ത L1, L2, L3 എന്ന ലൈൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല, റാൻഡം ആയിട്ടുള്ള ലൈനാണ്. അപ്പൊ ഇവിടെ ഫോർ ഓൾ L1, L2, L3 ബിലോങ്സ് ടു Lന് ഇത് സാറ്റിസ്ഫൈ ചെയ്യും. therefore ഇത് എന്താണ്? ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. അപ്പം റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. therefore R ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് കാണിക്കേണ്ടത് ടു ഫൈൻഡ് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് റിലേറ്റഡ് ടു ദ ലൈൻ y ഈക്വൽ ടു 2x പ്ലസ് 4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, നമ്മൾ +1 സ്ട്രെയിറ്റ് ലൈൻസിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ലൈനിന്റെ ഫോം y ഈക്വൽ ടു mx പ്ലസ് c, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഫോമിലല്ലേ ഇത് തന്നിരിക്കുന്നത്. അതായത് y ഈക്വൽ ടു 2x പ്ലസ് 4ന്റെ അകത്ത് എമ്മിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് 2 ആണ്. therefore സ്ലോപ്പ് അഥവാ m ഈക്വൽ ടു 2. ഈ പർട്ടിക്കുലർ ലൈൻ അതായത് y ഈക്വൽ ടു 2x പ്ലസ് 4 എന്ന് പറയുന്ന ഈ ലൈനിന്റെ സ്ലോപ്പ് 2 ആണെന്ന് പറയാൻ പറ്റും. എടാ, പാരലൽ ലൈൻസിന്റെ സ്ലോപ്പ് എല്ലാം എപ്പോഴും സെയിം ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് സെയിം ആയിരിക്കുമെന്നും ഇതേ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ലൈൻ ഈ y ഈക്വൽ ടു 2x പ്ലസ് 4നോട് പാരലൽ ആയിരിക്കുന്ന എല്ലാ ലൈനിന്റെ, ഇപ്പൊ L എന്ന് പറയുന്ന ലൈൻ ഇതുമായിട്ട് പാരലൽ ആണെങ്കിൽ അതിന്റെ സ്ലോപ്പും m ഈക്വൽ ടു 2 തന്നെയായിരിക്കും. ഈ വാല്യൂ മാറും. അപ്പം the line which are parallel to y equal to 2x plus 4 will be in the form y equal to 2x plus c, where c belongs to real numbers എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് c എന്നുള്ളത് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. അതായത് ഈ പറഞ്ഞ ലൈനോട് പാരലൽ ആയിട്ടിരിക്കുന്ന ലൈനുകൾ എന്ന് പറയുന്നത് എന്താണ്? y equal to 2x plus c എന്ന് പറയുന്ന ലൈൻസ് എല്ലാം എന്തായിരിക്കും? will be parallel to y equal to 2x plus 4. so the set of all lines related to y equal to 2x plus 4
എന്ന് പറയുന്നത് എന്താണ്? the line y equal to 2x plus c where c belongs to set of all real numbers. ഈ ലൈൻ എന്ന് ഈ ഫോമിലുള്ള, അതായത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ലൈൻസും എന്തായിരിക്കും? 2x y equal to 2x plus 4 എന്ന് പറഞ്ഞ ലൈനുമായിട്ട് പാരലൽ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ആ കാര്യം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോർഷനും തീർന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നു വരാം. ലെറ്റ് ആർ ബി ദ റിലേഷൻ ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് എ ഈക്വൽ ടു 1 2 3 4 എന്ന് വിളിക്കാം. 1 2 3 4 ഇതാണ് നമ്മുടെ സെറ്റ്. നമ്മുടെ റിലേഷൻ എന്താണ് മക്കളെ? 1 2 2 2 1 1 4 4 1 3 3 3 3 2 എന്ന് പറയുന്നതാണ് നമ്മുടെ റിലേഷൻ. നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടതാണ് ഇത് ഈ താഴെ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആൻസർ ഏതാണെന്ന് അറിയേണ്ടത്. അതായത് റിഫ്ലെക്സീവ്, സിമെട്രിക്കും ട്രാൻസിറ്റീവും ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്താൽ മതി. നമുക്ക് ആദ്യം ഇത് റിഫ്ലെക്സീവ് ആണോ എന്ന് നമുക്ക് നോക്കാം. എടാ 1 ബിലോങ്സ് ടു എ അല്ലേ? 1 1 എന്ന് പറയുന്നത് എന്താണ്? റിലേഷനിൽ ഉണ്ട്. ഇനി 2 ബിലോങ്സ് ടു എ അല്ലേ? 2 2 ബിലോങ്സ് ടു ആരാണോ? നമ്മൾ നോക്കി. 1 1 എവിടെ കണ്ടു? ഇവിടെ കണ്ടു. 2 2 ഇവിടെ കണ്ടു, ഇവിടെ കണ്ടു. ഇനി 3 ബിലോങ്സ് ടു എ അല്ലേ? ഇതാ നോക്കിയ മക്കളെ, 3 3 റിലേഷനിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, ഇതാ കിടക്കുന്നു. ഇനി 4 ബിലോങ്സ് ടു എ അല്ലേ? 4 4 എന്ന് പറയുന്നത് റിലേഷനിലുണ്ടോ? ഉണ്ട്. Therefore ഇത് എന്താണ്? റിഫ്ലെക്സീവ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിമെട്രിക്കിന്റെ കാര്യം എടുക്കാം. ഞാൻ ആദ്യത്തെ എലമെന്റ് എടുക്കുന്നു. 1 2 എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ ആണ്. തിരിച്ചിട്ടാൽ കിട്ടുന്ന 2 1 ആറിന്റെ അകത്തുണ്ടോ? നിങ്ങൾ നോക്കിക്കേ. 2 1 എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. 2 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ഇനി ആരൊക്കെ സിമെട്രിക്കിന്റെ കാര്യം സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. 1 2 ബിലോങ്സ് ടു ആർ ആയിരിക്കുന്ന സമയത്ത് 2 1 ബിലോങ്സ് ടു ആർ ആണോ? അല്ല. ദാറ്റ് ഈസ് എ കൗണ്ടർ എക്സാമ്പിൾ. Therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? നോട്ട് സിമെട്രിക്. ഇത് സിമെട്രിക് അല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളതാണ്. ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യുമ്പം ചുമ്മാ അങ്ങ് എഴുതി പോവുമല്ല, നമുക്ക് ഓരോന്നിടത്തുനിന്ന് പെട്ടെന്ന് വെരിഫൈ ചെയ്യാം. 1 2 എന്ന എലമെന്റ് എടുത്തു. ഇനി 2 ഈ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ഏതൊക്കെ എലമെന്റ് ഉണ്ട്? 2 2 മാത്രമല്ലേ ഉള്ളൂ. 2 2 എന്ന് പറയുന്നത് മാത്രമല്ലേ ഉള്ളൂ. 1 1 2 2 ഈ 2 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി രണ്ടും കൂടെ ചേർത്തുണ്ടാക്കുന്ന പേര് 1 2. ഇതിന്റെ അകത്തുണ്ടോ? ദാ കിടക്കുന്നു 1 2. അപ്പം ഇനി വേറെ 2ൽ തുടങ്ങുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി അടുത്തതിലേക്ക് പോവാം. 2 2 എന്ന എലമെന്റ് എടുക്കാം. 2ൽ തുടങ്ങുന്ന വേറെ ഏതാ ഉള്ളത്? 2ൽ തുടങ്ങുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 1 1 2 2 3 3 4 4 എന്ന് പറയുന്ന എലമെന്റുകൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. 2 2 എടുക്കുന്നു. 2ൽ തുറക്കുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇതാ നോക്കി, സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ 1 2 ആണ്, ഇവിടെ 2 2 ആണ്. 2 2 തന്നെ പിന്നെ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. അവിടെ സിമെട്രിക്കിന്റെ കാര്യം സാറ്റിസ്ഫൈ. അതായത് 2 2 എടുത്ത് വീണ്ടും 2 2 എടുത്തു കഴിഞ്ഞാൽ 2 2 വീണ്ടും 2 2 തന്നെയാണ് കിട്ടുന്നത്. അത് ട്രാൻസിറ്റീവിന്റെ കാര്യം സാറ്റിസ്ഫൈ ചെയ്യും. 1 1 2 2 3 3 4 4 എന്ന എലമെന്റ്സിന് ട്രാൻസിറ്റീവിന്റെ ആ എലമെന്റ് തന്നെ വീണ്ടും റിപ്പീറ്റ് എടുത്ത് ട്രാൻസിറ്റീവിന്റെ കാര്യം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 2 തുറക്കുന്ന വേറെ എലമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് ട്രാൻസിറ്റീവിന്റെ കാര്യം സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ഓക്കെ. 1 1 ഞാൻ എടുത്തു. ഇനി 1ൽ തുറക്കുന്ന ഏതെങ്കിലും എലമെന്റ് അകത്തുണ്ടോ? ഇതാ 1 2 ഉണ്ട്. 1ൽ തുറക്കുന്ന 1 2 ഉണ്ട്. ഈ 2 കോമൺ 1 മാറ്റിക്കഴിഞ്ഞാൽ 1 2. അത് സ്റ്റിൽ ബിലോങ്സ് ടു ആർ ആണ്. ഇനി അടുത്ത 1ൽ തുറക്കുന്ന ഏതാ ഉള്ളത്? അടുത്ത 1ൽ തുറക്കുന്ന ഏതാ ഉള്ളത്? ഇതാ നോക്കിക്കേ, 1 1 വീണ്ടും എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 1 3 ഉണ്ട്. 1 3. ആ 1 1 മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് ആ ബാക്കിയുള്ള 2 1ഉം ഈ 3. ഈ 1ഉം ഈ 3 കൂടെ പേര് 1 3. ഇതിൻ്റെ അകത്തുണ്ടോ? ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇനി 1ൽ തുറക്കുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 1 1 എന്ന എലമെന്റ് എടുക്കുമ്പോൾ ട്രാൻസിറ്റീവ്, ബാക്കി എല്ലാ എലമെന്റുമായിട്ട് ട്രാൻസിറ്റിവിറ്റിയുടെ കാര്യം കൃത്യമായിട്ട് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. ഇനി എന്താണ് അടുത്തത്? ഞാൻ എന്ത് ചെയ്യുന്നു? 4 4 എടുക്കുന്നു. 4 4 എടുക്കുമ്പോൾ 4 സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും വേറെ ഏതെങ്കിലും എലമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 4 4 ട്രാൻസിറ്റീവ് കാര്യം കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. 2 2 ഓക്കെയാണ്. 2 2ന്റെ കേസ് ഓക്കെയാണ്. 1 1ന്റെ കേസ് ഓക്കെയാണ്. 4 4ന്റെ കേസ് ഓക്കെയാണ്. ഇനി അടുത്ത നോക്കിയ മക്കളെ, ഞാൻ 1 3 എടുക്കുന്നു. 1 3 എടുക്കുമ്പോൾ 3 സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊക്കെ എലമെന്റ് ഉണ്ട്? 3 3 3 അടുത്ത് 3 സ്റ്റാർട്ട് ചെയ്യുന്ന 3 3 ഉണ്ട്. ഈ 3 3 മാറ്റി കഴിഞ്ഞാൽ വീണ്ടും 1 3 തന്നെ കിട്ടും. അത് ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. ഇനി വീണ്ടും 3 2 3 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 3 3 മാറ്റി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ബാക്കി 2 എലമെന്റ്സ് പെയർ ചെയ്യുമ്പോൾ 1 2. ആ 1 2 ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ 1 3 എന്ന എലമെന്റ് ട്രാൻസിറ്റീവിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി 3 3 3 തുടങ്ങുന്ന ഏതെങ്കിലും എലമെന്റ് ഉണ്ടോ? ഇതാ നോക്കിക്കേ, 3 2 3ൽ 2 എന്ന് പറയും. ഇത് 2 മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും 3 2 എന്ന് കിട്ടും. അത് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഓക്കെ. ഇനി വേറെ 3ൽ തുടങ്ങുന്ന എലമെന്റ്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാം. ലാസ്റ്റ് എലമെന്റ് 3 2. 2ൽ തുടങ്ങുന്ന ഏത് എലമെന്റാണ് ഉള്ളത്? 2 2 എന്നുള്ളതുണ്ട്. ഇനി ഈ 2 2 മാറ്റിക്കഴിഞ്ഞ് പിന്നെ കിട്ടുന്ന 3 2 ആണ്. ആ 3 2 ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അതും വീണ്ടും ഓക്കെയാണ്. ഇനി വേറെ 2ൽ തുടങ്ങുന്ന എലമെന്റ് ഉണ്ടോ? 2ൽ തുടങ്ങുന്ന എലമെന്റ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, എല്ലാ എലമെന്റിനും ട്രാൻസിറ്റീവ് എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. അതായത് ഇത് റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ആണ്, ബട്ട് നോട്ട് സിമെട്രിക്. ഇതെന്തല്ല? സിമെട്രിക് അല്ല. അപ്പൊ നോക്കിയേ, ആർ ഈസ് റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ലെറ്റ് ആർ ബി ദ റിലേഷൻ
ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് n എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. n ഈക്വൽ ടു 1 2 3 എക്സെട്ര ആണ്. ഓക്കെ, നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി മൈനസ് 2 ആണെങ്കിൽ മാത്രമേ ഓർഡേർഡ് പെയർ എ ബി എവിടെ വരുള്ളൂ? ഈ റിലേഷനിൽ അംഗമാകുള്ളൂ. അതുപോലെ ബി ഗ്രേറ്റർ ദാൻ 6 ആണ്. താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? താഴെ കുറച്ച് എലമെന്റ് എന്നിട്ട് അത് റിലേഷൻ ഉണ്ടോ എന്നുള്ളത്. നിങ്ങൾ 2 4 എടുക്കുക. ഓക്കെ, ഇതാണ് എ, ഇതാണ് ബി. എടാ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 6 ആയിരിക്കണം. 4 ലെസ് ദാൻ 6 അല്ലേ? അപ്പൊ ഒരു കാലത്തും ഇത് എന്ത് വരില്ല? 2 4 എന്ന് പറയുന്ന എലമെന്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആയിരിക്കും. അപ്പൊ ഈ ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. എ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമുക്ക് 3 8 എന്ന അടുത്ത പേര് എടുക്കാം. അത് ഈ റിലേഷൻ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? നമുക്കറിയാം 3 8 ഉണ്ടാവണമെങ്കിൽ 3 ഈക്വൽ ടു 8 മൈനസ് 2 ആയിരിക്കണം. 3 ഈക്വൽ ടു 8 മൈനസ് 2 ആണോ? അല്ല. ദാറ്റ് ഇംപ്ലൈസ് 3, 8 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. അടുത്തത് നോക്കുക, 6, 8 ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? 6 ഈക്വൽ ടു 8 മൈനസ് 2 ആയിരിക്കണം. 8 മൈനസ് 2 6 അല്ലേ? 6 ഈക്വൽ ടു 6. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 6 8 ബിലോങ്സ് ടു ആർ ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. അതായത് ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം ഇതാണ് എന്താ നമ്മുടെ ഫസ്റ്റ് പോർഷനിലെ, അതായത് റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് എന്ന് പറയുന്ന കംപ്ലീറ്റ് ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസ് നിങ്ങൾ കൃത്യമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ വീണ്ടും കാണും വരേക്കും ടേക്ക് കെയർ, ബൈ.